കോതമംഗലം അൻസിൽ കൊലക്കേസിൽ പെൺസുഹൃത്ത് വിഷം കലക്കിയത് എനർജി ഡ്രിങ്കിൽ. വീട്ടിലെ തെളിവെടുപ്പിനിടെ എനർജി ഡ്രിങ്ക് ക്യാനുകൾ കണ്ടെത്തി. മറ്റൊരു സുഹൃത്ത് വഴിയാണ് അൻസിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതെന്നും പോലീസ് സ്ഥിരീകരിക്കുന്നു. ലാൽകൃഷ്ണ തൊടുപുഴ ചെയ്യുന്നു. ലാൽകൃഷ്ണ, ഈ പറഞ്ഞതുപോലെ സാമ്പത്തികവും ലൈംഗികമായി ചൂഷണം ചെയ്തതിന്റെ വൈര്യത്തിലാണ് ഒരു കൊലപാതകം നടത്തിയത്. അന്നൊക്കെ നമ്മൾ അറിഞ്ഞു കേട്ടത് ഈ പറയുന്ന പ്രതി തന്നെ ഇയാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു എന്നാണ്. ശരിക്കും അൻസിലിനെ വിളിച്ചു വരുത്തിയത് ആരാണ്? ഇയാൾക്കും ഈ കൃത്യത്തിൽ പങ്കുണ്ടോ? അതായത് ഇതിൻ്റെ അകത്ത് നിർണായകമായ ഒരു വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. ഈ വിഷം കലർത്തി നൽകിയത് ഏത് പാനീയത്തിനാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു ഉത്തരം ഇതുവരെ പോലീസിനും ഉണ്ടായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സംശയങ്ങളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അൻസിൽ ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ്. അത്തരത്തിൽ ലഹരി ഉപയോഗിച്ചിരിക്കുന്ന സമയത്ത് മറ്റെന്തെങ്കിലും സാധനത്തിൽ കലക്കി നൽകിയതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൂടെ ചേർത്ത് നൽകിയതാണോ എന്ന കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ടായിരുന്നു. അതിനുള്ളൊരു ഉത്തരമാണ് കിട്ടുന്നത്. ഇവരുടെ വീട്ടിൽ നിന്നാണ് നിലവിൽ ഇപ്പോൾ എനർജി ഡ്രിങ്കിൻ്റെ ക്യാനുകൾ കണ്ടെത്തിക്കുന്നത്. ഈ എനർജി ഡ്രിങ്കുകൾ അൻസിലാണ് അവിടെ സ്ഥിരം ഉപയോഗിച്ചിരുന്നത് എന്ന കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതി ഇത്തരത്തിലുള്ള പാനീയങ്ങളൊന്നും തന്നെ ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. മാത്രമല്ല ഈ ക്യാൻ്റെ അകത്ത് നിന്ന് ഈ വിഷാംശത്തിൻ്റെതായ രൂക്ഷഗന്ധവും പോലീസിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്യാനിനകത്ത് വിഷം ചേർത്തതിന് ശേഷം അൻസലിന് കൊടുത്തതാണ് എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പ്രതി കുറ്റം സംബന്ധിച്ചുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഇനി വരുത്തേണ്ടതില്ല. പക്ഷേ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട ഒരു ഘട്ടത്തിൽ പോലും ഈ പ്രതി മറ്റു കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല. ഒടുവിലാണ് ഇപ്പോൾ മറ്റു കാര്യം കൂടി സംബന്ധിച്ചിരിക്കുന്നത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതവണ അൻസിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താൻ ശ്രമിച്ചിരുന്നു. നമ്മൾ രാവിലെ ബ്രേക്ക് ചെയ്തൊരു കാര്യമാണ്. ഈ ഒരു മാസം മുമ്പ് ഇതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു. വിഷം വാങ്ങിയതും ഒരു മാസം മുമ്പാണ്. അതിൻ്റെ പേയ്മെൻറ്റ് നടത്തിയത് ഗൂഗിൾ പേ വഴി ഓൺലൈനിലാണ്. ഇതെല്ലാം ഇന്നലെ നടത്തിയ തെളിവെടുപ്പിൽ പൂർത്തിയാക്കിയതാണ്. ഇന്ന് കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അൻസിലിനെ പല വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയെങ്കിലും അൻസിൽ വരാൻ തയ്യാറായിരുന്നില്ല. ഒരു ഘട്ടത്തിൽ അൻസിൽ ഈ പ്രതിയുടെ ഫോൺ നമ്പർ പോലും ബ്ലോക്ക് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് സുഹൃത്തിനെ വിളിച്ച് നിർബന്ധിക്കാൻ തുടങ്ങിയത്. പ്രശ്നപരിഹാരത്തിനാണ് എന്ന് മനസ്സിലാക്കി അതിനാണ് എന്ന് കരുതിയിട്ടാണ് സുഹൃത്ത് അൻസിലിനോട് ഇങ്ങനെ വിളിക്കുന്ന കാര്യം പോകാൻ പറയുന്ന കാര്യമെല്ലാം പറഞ്ഞത്. അത് വിശ്വസിച്ചാണ് അൻസിൽ അവിടെ പോയത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അത് ഒരു കുരുക്കുണ്ടാക്കി ആ കുരുക്കിലേക്ക് അൻസിലിനെ വലിച്ചിട്ട് കൊല്ലാനുള്ള പദ്ധതിയായിരുന്നു എന്നുള്ളത് മറ്റാരും അറിയുന്നുണ്ടായിരുന്നില്ല. നേരത്തെ സുഹൈൽ പറഞ്ഞ പോലെ ഈ കൂട്ടുകാരന് ഈ കേസുമായി അത്തരത്തിൽ യാതൊരു ബന്ധവുമില്ല. അതിൻ്റെ പശ്ചാത്തലം അറിഞ്ഞിട്ടല്ല കൂട്ടുകാരനും പോകാൻ വേണ്ടി നിർബന്ധിച്ചത്. അതൊരു കുരുക്കായിരുന്നു എന്നുള്ളത് അൻസിലിൻ്റെ മരണശേഷം മാത്രമാണ് അറിയുന്നത്. ഈ പ്രതി തന്നെയാണ് ആദ്യഘട്ടത്തിൽ അൻസിലിൻ്റെ വീട്ടുകാരെ വിളിച്ചിട്ട് നിങ്ങളുടെ മകന് ഞാൻ വിഷം നൽകിയിട്ടുണ്ട് എന്ന കാര്യവും അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല അൻസിലിനോടും ഈ കാര്യം വെളിപ്പെടുത്തിയിരുന്നു. നീ ഇപ്പോൾ കുടിക്കുന്നത് വിഷമാണ്, നിന്നെ ഞാൻ കൊല്ലുകയാണ് എന്ന് പോലും പറഞ്ഞിരുന്നു. അത്രയ്ക്ക് ക്രൂരമായി തന്നെയാണ് അൻസിലിനെ വകവരുത്തിയത് എന്നുള്ളതാണ് പ്രതിയുടെ മൊഴിയിൽ നിന്ന് ഇന്ന് പോലീസിന് വ്യക്തമായിരിക്കുന്നത്. അല്പസമയങ്ങൾക്കുള്ളിൽ കസ്റ്റഡി കാലാവധി തീർന്ന കോതമംഗലത്തെ കോടതിയിൽ പ്രതിയെ ഹാജരാക്കും.